നമസ്കാരം, ജെറാനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് ചട്നികൾ പരിചയപ്പെടാം. ഗ്രീൻ ചട്നി, സ്വീറ്റ് ചട്നി, റെഡ് ചട്നി, അങ്ങനെ 3 ചട്നിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മൾ സമോസ കഴിക്കുമ്പോഴോ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോഴോ ഒക്കെ ഉപയോഗിക്കുന്ന ചട്നിയാണിതൊക്കെ. അപ്പോൾ അതിലേക്കായിട്ട് ഞാനിവിടെ കുറച്ച് മല്ലിയില കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മിൻറ്റിൻ്റെ ലീഫ് മല്ലിയിലേക്കാളും കുറച്ച് കൂടുതൽ എടുത്തിട്ടില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ. അതിൻ്റെ അത്രയും എമൗണ്ട് എടുത്തിട്ടില്ല, ഈക്വൽ അല്ല, കുറച്ച് കുറവാണ് എടുത്തേക്കുന്നത്. പിന്നെ 2 പച്ചമുളകും ഒരൽപ്പം കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. കപ്പലണ്ടി ചേർക്കുന്ന പറഞ്ഞാൽ ഒരു തിക്നെസ് കിട്ടും ഈ ചട്നിക്ക്, അതിന് വേണ്ടിയിട്ടാണ് കപ്പലണ്ടി, റോസ്റ്റഡ് കപ്പലണ്ടി തന്നെയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ അരച്ചു കൊടുക്കാം. ഇത് ഞാനിതിൻ്റെ ലീഫ് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഇതിൻ്റെ സ്റ്റെമ്മൊന്നും എടുത്തിട്ടില്ല. അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അരയ്ക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഇല മാത്രം എടുത്തിട്ട് അരച്ചാൽ മതി. നല്ല ഉപ്പ് വെള്ളത്തിലും വിനാഗിരിയിലും ഒക്കെ ഇട്ട് കഴുകി വെച്ചിരിക്കുകയാണ്. പെസ്റ്റിസൈഡ്സൊക്കെ ധാരാളം ഉണ്ടാവും ഇതിൽ. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കാവൂ. ഇനി ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചു കൊടുക്കുക. പിന്നെ ഇത് അരയ്ക്കുമ്പോൾ ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്, അല്ലാതെ അരയ്ക്കാൻ പ്രയാസമായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ടുണ്ട്. ഇത് അരിച്ചെടുക്കുകയൊന്നും വേണ്ട, ഇതിങ്ങനെ തന്നെ വെച്ചിരുന്നാൽ മതി. ഇതിൽ നമ്മളിനി കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കും. ഇതിൻ്റെ കളറ് നമുക്കിങ്ങനെ അതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഈ പച്ച കളറ് ഒരു 3-4 ദിവസമൊക്കെ നമുക്കിത് സുഖമായിട്ട് ഫ്രീസറിലൊന്നും വെക്കേണ്ട, അല്ലാതെ തന്നെ ഒരു കുപ്പിയിലങ്ങ് അടച്ച് വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ സമോസ ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോഴോ ഒക്കെ നമുക്ക് പെട്ടെന്നെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ സമയമുള്ളപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വയ്ക്കുക. മാത്രമല്ല മല്ലിയില ഇരുന്ന് വാടി അഴുകിയൊക്കെ പോകുന്നതിന് പകരം ഇങ്ങനെ ചട്നിയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്കിത് പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇങ്ങനെ ഇതുപോലത്തെ ചട്നി ഉണ്ടാക്കി സ്റ്റോർ ചെയ്യുക. ഇനി നമുക്ക് സ്വീറ്റ് ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സ്വീറ്റ് ചട്നി നമ്മൾ പാനിപൂരിയൊക്കെ കഴിക്കുമ്പോഴാണ് കൂടുതലൊക്കെ, അതുപോലെ സാധനങ്ങളൊക്കെ കഴിക്കുമ്പോഴാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡേറ്റ്സും, ഉപ്പ്, ചുക്കിൻ്റെ പൊടി, ശർക്കര, ജീരകപ്പൊടി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് വേണമെങ്കിൽ ഇതുപോലെ അങ്ങ് ബോയിൽ ചെയ്തെടുത്തിട്ട് അരച്ചെടുക്കാം. പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ഈ പുളി ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ട് അതിങ്ങനെ ബോയിൽ ചെയ്യുക ചെയ്യുന്നത്. അതിൽ കൂടെ ശർക്കരയും ബാക്കി പൊടികളൊക്കെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക ചെയ്യുന്നത്. ഇതിൽ ഞാൻ ഈന്തപ്പഴം അത് ഇട്ട് വേവിക്കുന്നില്ല, അല്ലാതെ തന്നെ എടുത്ത് ഉപയോഗിക്കുക ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ച് ചെയ്യുക. വേണമെങ്കിൽ ഇതിലിട്ട് വേവിച്ചിട്ട് കുരു മാറ്റിയിട്ട് ഇതിലിട്ട് വേവിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇത് ഒരുപാട് നേരിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം ഇത് പെട്ടെന്ന് തന്നെ തണുക്കുമ്പോൾ നല്ല തിക്കാവും. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കാം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ 3-4 ദിവസമൊക്കെ സുഖമായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ആ ഇഞ്ചിയുടെയും ജീരകത്തിൻ്റെയും ചുക്കിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ ഫ്ലേവർ നമുക്കിതിനകത്ത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഡേറ്റ്സ് ചോപ്പ് ചെയ്താണ് ഇടുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വേണമെങ്കിൽ ഇത് അരച്ച് ചേർക്കായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് താല്പര്യം എന്ന് വെച്ചാൽ അതുപോലെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് റെഡ് ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് നമ്മൾ സമോസയും അതൊക്കെ കഴിക്കുമ്പോൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിലേക്കായിട്ട് ഈ കാശ്മീരി ചില്ലി, ഇത് ഞാൻ ഇത് കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചിരിക്കുന്ന മുളകാണ്. ഇത് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർക്കണം, ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. അതിനുശേഷം ഇതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ചാട്ട് മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, ഒരു ചെറിയൊരു ഫ്ലേവർ അതിൽ കിട്ടും. പിന്നെ പഞ്ചസാര, ഉപ്പ്, ജീരകം, ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് ഇഞ്ചി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ, ഞാൻ ചേർത്തിട്ടില്ല. ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലെന്താ നമുക്ക് ഫ്ലേവർ ഏതൊക്കെ ഇഷ്ടം എന്ന് വെച്ചാൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെയാണ് മിക്കവാറും ചേർക്കുന്നത്. ഈ റെഡ് ചട്നി ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇഞ്ചിയും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക, നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. എത്രത്തോളം ഫൈനാക്കാൻ പറ്റും അത്രത്തോളം ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇത്രയേ ഉള്ള പരിപാടി. ഇത് കഴിഞ്ഞ് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ചട്നിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെള്ളം കൂടാതെ നോക്കുക. നമ്മൾ വാട്ടറി ആയിക്കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന സാധനത്തിൽ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ എത്രത്തോളം തിക്നെസ്സായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുമോ അത്രയും തിക്നെസ് ഇതിന് കീപ്പ് ചെയ്യാം. വെള്ളം കുറച്ച് അരച്ചെടുക്കാൻ നോക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത്
ഇതും ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിക്കാം. 3-4 ദിവസമൊക്കെ സുഖമായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ സമോസയും അല്ലെങ്കിൽ സാൻഡ്വിച്ചോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് പെട്ടെന്ന് നമുക്കെടുത്ത് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ജെറാനാസ് കിച്ചൺ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ബെല്ലൈക്കണോട് കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.